എനിക്ക് എല്ലാം ഒന്നും ഓർമ്മയില്ല, കാഴ്ചയില്ല, ചെവി കേൾക്കത്തില്ല. ഒരുപാട് പറയാൻ 10 ദിവസം ഇരുന്ന് പറഞ്ഞാലും തീരത്തില്ല കുഞ്ഞേ. എന്തിനാ ഒരുപാട് സംസാരിക്കുന്നത്? ഒരുപാട് പറയേണ്ട കാര്യം എന്താ? കാര്യമായിട്ട് സാറ് രാമു കാര്യമായിട്ടെന്ന് പറയുന്ന അദ്ദേഹം എന്നെ സിനിമയിൽ കൊണ്ടുപോയത്, അതും മദ്രാസിലാണ്. അതൊക്കെ എന്ന് പറയുന്ന അന്ത് പോകാൻ പേടിയാ. മദ്രാസിലൊക്കെ സിനിമയിൽ പോകാമെന്ന് പറഞ്ഞാൽ പേടിച്ചാ പോയത്. പിന്നെ നമ്മുടെ ജീവിത പ്രശ്നം കൊണ്ട് പോയി. 100 രൂപ കിട്ടിയാൽ അത്രയാട്ട്, 50 രൂപ കിട്ടിയാൽ അത്രയാട്ട്. എന്നെ സംബന്ധിക്കുന്ന ജീവിത പ്രശ്നം കൊണ്ടാണ് ഞാൻ പോയത്. പോയി പിന്നെ എല്ലാവരുടെയും കൂടെ അഭിനയിക്കാനും ദൈവം തമ്പുരാൻ ഇട തന്നു. ഷീലയുടെ കൂടെ ആയാലും, സത്യൻ സാറിൻ്റെ കൂടെ ആയാലും, നസീർ സാറിൻ്റെ കൂടെ ആയാലും എല്ലായിടത്തും ഇങ്ങനെ ഓടി നടന്ന് അഭിനയിച്ചു. സത്യൻ സാറ് എന്നെ വിളിക്കുന്നത് അമ്മേനെ വിളിക്കും. പ്രായം കൊണ്ടായാലും അല്ലെങ്കിൽ എന്നെ അമ്മേനെ വിളിക്കും. ചെമ്മീന് എന്നെ വിളിക്കാൻ വന്നപ്പം കാര്യമായിട്ട് സാറാ ചെമ്മീനിന് വിളിക്കാൻ വന്നത്. ഞാൻ പറഞ്ഞു, സാറ് ഞാൻ വരാനൊക്കത്തില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. എന്താ ചേച്ചിക്ക് കണ്ടീഷൻ? ഞാൻ ഗർഭിണിയാണ്, അവിടെ വരുമ്പം എനിക്ക് സ്വാതന്ത്ര്യമില്ല, പ്രസവിക്കട്ടെ, ഞാൻ എടുത്തോളാം, വേറൊക്കെ ഞാൻ എടുത്തോളാമെന്നും പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ്. അപ്പം ഈ വീടല്ല, ഒരു കൊച്ചു കൊച്ചിനെയാണ്. ആ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് പിന്നെ പോയി 2 മാസം കഴിഞ്ഞാൽ എന്നെ ബുക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവരുടെ പടത്തിൽ അഭിനയിച്ചു, കാശ് കിട്ടി. ഷീലയൊക്കെ വളരെ നസീർ സാറായാലും ഷീലയായാലും ഭാരതിയായാലും എല്ലാവരും വളരെ സ്നേഹമാണ്. അതിന്നും സ്നേഹമാണ്. ഇപ്പോഴും ഷീല എന്നെ ചേച്ചിന്ന് ഒരു വിളിച്ചാൽ ഞാൻ വിറയ്ക്കും. എനിക്ക് അത്ര ബഹുമാനവും പേടിയും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. പുതുമുഖങ്ങൾക്കും കഥാപാത്രങ്ങൾക്കും കാലം വഴിമാറുമ്പോൾ അവഗണന മാത്രം പ്രതിഫലം ലഭിച്ച അവശ കലാകാരന്മാരുടെയും കലാകാരികളുടെയും നിരയിലേക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഭവാനിയും ചേക്കേറി. ഇന്ന് നഷ്ടപ്പെട്ട ഓർമ്മയിൽ നിന്നും എന്തൊക്കെയോ ചികഞ്ഞെടുക്കാനുള്ള ശ്രമത്തിലാണിവർ. സ്ത്രീകളധികം അഭിനയത്തിലേക്കും സിനിമയിലേക്കും കടന്നുവരാൻ ഭയന്നിരുന്ന ഒരു കാലത്താണ് അടൂർ ഭവാനി അഭിനയ ജീവിതം ആരംഭിച്ചത്. അന്ന് പട്ടിണി അകറ്റാൻ മുന്നിൽ തുറന്നു കിട്ടിയ ഏക മാർഗമായിരുന്നു അഭിനയം. ഇന്ന് 80-ാം വയസ്സിൽ ഏകാന്തതയും സാമ്പത്തിക പരാധീനതകളും മൂലം ബുദ്ധിമുട്ടുകയാണ് ഈ കലാകാരി. ചെമ്മീനിലെ ചക്കിമരക്കാത്തിയുടെ ജീവിതം മോഹഭംഗങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു. സ്വന്തം ജീവിതത്തിലും ഭവാനിക്ക് കൈമുതൽ മറ്റൊന്നില്ല. ഇന്ന് മരുന്ന് വാങ്ങാൻ കൂടി കാശിന് വഴിയില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ഇവർ. ഈ ഒരു വീട് വെക്കാൻ ആരുടെയൊക്കെയോ കാല് പിടിച്ച് കണ്ണുനീര് പൊഴിച്ച് തന്നെത്താൻ തലയിൽ വെച്ച് മണ്ണും കല്ലും ഒക്കെ ചിമ്മി ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയതാണ്. കാരണം അത്ര കഷ്ടപ്പെട്ടിട്ട് പാസിച്ചേട്ടനോട് മാത്രം ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി പൈസ തരണേ, ഞാൻ തരാം. അങ്ങനെ പിന്നെ കണ്ടിട്ടില്ല. എനിക്കൊരു നേരത്തേക്ക് മരുന്നിന് 110 രൂപ വേണം. അതും ഇവിടെ ഇല്ല മരുന്ന്. തിരുവല്ല പോകണം, തിരുവല്ലായി കിട്ടത്തില്ല. ഒന്നിലധികം പേര് തിരുവല്ലായി ചെല്ലുമ്പോൾ കിട്ടത്തില്ല. പിന്നെ എറണാകുളത്ത് ആശുപത്രി തന്നെ പോകണം. എന്നെ എറണാകുളത്താണ് ഈ പത്തനംതിട്ട കളക്ടർ മഹാന്തര ഞാൻ എറണാകുളത്ത് പോയത്. എല്ലാം പറയാനൊന്നും ഓർമ്മയില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് പട്ടിണി കിടന്നു. കിടക്കാതെ നിവൃത്തിയില്ലല്ലോ. എൻ്റെ അനിയത്തിയായിരിക്കുന്നു എന്നെക്കാട്ടിൽ ഓർമ്മയും ബുദ്ധിയും ശക്തിയും ഒക്കെ അവക്കുണ്ട്. ഞങ്ങൾ ചേട്ടത്തി അനിയത്തിയുമാണ്. ഞങ്ങൾ എന്തു പറയാനാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. പ്രയാസങ്ങളെന്തുവാ, പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. ഞങ്ങൾ 2 സിനിമാ താരങ്ങളായി. ആദ്യം ഞാനാണ് സിനിമാ രംഗത്ത് വന്നത്. ഞാൻ വന്ന് 10 വർഷത്തിന് ശേഷമാണ് എൻ്റെ ചേച്ചി ഈ രംഗത്ത് വന്നത്. എനിക്ക് കൂട്ടിന് വന്നുകൊണ്ടിരുന്നതാണ്.
അങ്ങനെ ആയപ്പോൾ നമ്മുടെ തിക്കുറി സുകുമാരൻ നായർ സാർ പറഞ്ഞു, പങ്കജം ഭവാനിയെ കൂടെ ഒരു വേഷം കൊടുത്ത് അഭിനയിപ്പിക്കുക. അപ്പോൾ ഇവർക്ക് വലിയ നാണമാണ്, ഇവരെന്നിനും പുറത്തോട്ട് ഇറങ്ങത്തില്ല. പറഞ്ഞ് ശരിയോ തെറ്റോ എന്ന ചിത്രത്തിൽ മാത്തപ്പനാശാൻ്റെ ഭാര്യയായിട്ട് ഒരു വാതരോഗിയായിട്ട് ചേച്ചി കിടന്നുകൊണ്ട് അഭിനയിച്ചു. ആ അഭിനയം കഴിഞ്ഞപ്പോൾ പേടിയെല്ലാം അങ്ങ് മാറി. പിന്നീട് പലരും സിനിമയിൽ വിളിച്ചു, നാടകത്തിൽ വിളിച്ചു. നാടകത്തിൽ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അമ്മയായിട്ട് അഭിനയിച്ചു, വേലുത്തമ്പി ദളവ. അതായിരുന്നു നാടകം. അതിൽ ഞാനും അവരോടൊപ്പം അഭിനയിച്ചിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച കൂടിയാൽ ഒരു 5 or 10 ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ സ്വന്തമായി ഒരു നാടക സമിതി രൂപീകരിച്ചത് കാരണം എനിക്ക് സിനിമയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ ചെമ്മീൻ, കരകാണാക്കടൽ, അങ്ങനെ തുല്യം ചില ചിത്രങ്ങളിൽ മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളൂ. അന്നും ഞങ്ങളെപ്പോലുള്ള താരങ്ങൾക്ക് തുച്ഛമായ തുകയെ പ്രൊഡ്യൂസേഴ്സ് തന്നിട്ടുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിയത്, അതായത് 3000 രൂപ ചെമ്മീനിൽ കിട്ടി. അതിനുശേഷം ഞാൻ വിചാരിച്ചു, എന്തിനാ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നത്? കുഞ്ചാക്കോയുടെ എല്ലാ ചിത്രങ്ങളിലും ഞാനുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹം തരുന്നത് 500 രൂപയാണ് ഒരു പടത്തിന്. വലിയ റോളായാലും ശരി, ചെറിയ റോളായാലും 500 രൂപയേ ഉള്ളൂ. നമ്മൾ കാശ് കൂടുതൽ ചോദിച്ചാൽ പറയും, നീ കണക്ക് പറയാൻ തുടങ്ങിയോ, അടുത്ത പടത്തിന് നീ ഇല്ല. നമുക്കത് കേൾക്കുമ്പോൾ വിഷമമാവും. ശരി മുതലാളി, ഞാൻ സമ്മതിച്ചു. 500 രൂപയ്ക്ക് പിന്നെ എങ്ങനെ പോയി, നാട്ടിൽ താമസിക്കാമല്ലോ, മദ്രാസിലെങ്ങും പോയി കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വെച്ചാണ് മദ്രാസിൽ ഉള്ള സിനിമകൾ ഞാൻ ചുരുക്കിയത്. ഞാൻ പോകുന്നതിന് ശേഷം എൻ്റെ സ്ഥാനത്ത് കോമഡി അഭിനയിക്കാൻ വേറെ അധികം നടികളും ഉണ്ടായിരുന്നില്ല. സുകുമാരിയെ കൂടാതെ അവളുടെ പേരെന്തോ ചേച്ചി, ശ്രീലത അവരൊക്കെയാണ് കോമഡി എന്ന് അഭിനയിച്ചുകൊണ്ടിരുന്നത്. SP പിള്ളയും ഞാനും ധാരാളം ചിത്രങ്ങളിൽ ജോഡിയായി അഭിനയിച്ചു. അദ്ദേഹം എൻ്റെ ഒരു ഗുരുനാഥൻ കൂടിയായിരുന്നു. അദ്ദേഹത്തെ ആരെങ്കിലും വിളിച്ചാൽ ആ പങ്കജത്തിനും ഒരു വേഷം കൊടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്താണ് പല പടങ്ങളിലും ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ ചെമ്മീനിലും എൻ്റെ അണ്ണൻ്റെ ശുപാർശ പ്രകാരമാണ് രാമു സാറ് എന്നെ വിളിച്ചത്. നല്ല പെണ്ണ്, ആ കഥാപാത്രം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനൊക്കാത്ത കഥാപാത്രമാണ്. ഇപ്പോഴും ചെമ്മീൻ പല പ്രാവശ്യം വന്നുകൊണ്ടിരിക്കും, അവിടെ കാണാവുന്നിടത്തൊക്കെ പോയി കാണും. ഇന്നത്തെ സിനിമയും അന്നത്തെ സിനിമയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം അന്ന് വളരെ സഹോദരങ്ങളായിട്ട് ഞങ്ങൾ ഒരേ ഹോട്ടലിൽ തന്നെ കഴിഞ്ഞ് ഒരേ ഫുഡ് തന്നെ കഴിച്ച് ആണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. ചെമ്മീൻ ചിത്രം എടുക്കുമ്പം ഞങ്ങളെല്ലാവരും, അതായത് എൻ്റെ ചേച്ചി ഷീല, സത്യൻ സാർ, മധു സാർ, ഞങ്ങളെല്ലാവരും കടപ്പുറത്താണ് ഞങ്ങൾക്ക് ആ ഭക്ഷണം കൊണ്ടുവരുന്നത്. കടപ്പുറത്ത് ഇലയിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു പതിവ്. ഈച്ചയുടെ ബഹളമായിരുന്നു ആ കാലം. ഞങ്ങൾ ചോറ് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ട് ആണ് ചോറ് വാരി തിന്നാറുള്ളത്. ഷീലയും ഞങ്ങളുമൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ആ പടം അഭിനയിച്ചത്. അതിന് ലക്ഷങ്ങൾ വാരിക്കൂട്ടി 3000 രൂപ പ്രതിഫലം തന്നതല്ലാതെ ഒന്നും തന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ തന്നിട്ടില്ല. ഈ അടുത്ത സമയത്ത് ഞങ്ങൾക്കൊരു സ്വീകരണം വെച്ചിരുന്നു നാട്ടികയിൽ. അന്ന് പോയപ്പോൾ ഞാൻ ബാബു സേട്ടിനെ കണ്ടു. ഞാൻ പറഞ്ഞു, വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മുതലാളിയെ കാണുന്നത്. അന്ന് അദ്ദേഹത്തിന് 22 വയസ്സോ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വളരെ തടിച്ച് ഭയങ്കര വയസ്സായി തോന്നി. ഞാൻ പറഞ്ഞു, ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ? ചെമ്മീൻ എന്ന് പറഞ്ഞ ചിത്രം ബാബു സേട്ടിൻ്റെ ആണെന്നാണ് ലോകം അറിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വലിയ ധനാഢ്യനുമാണ്, അതിലെ ആർട്ടിസ്റ്റുകളെയെങ്കിലും വിളിച്ച് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. നിങ്ങൾ കൊടുത്തില്ലല്ലോ. അയാളിരുന്ന് ചിരിച്ചു. പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾ പോരുകയും ചെയ്തു. ഭയങ്കര ഫങ്ഷനായിരുന്നു അവിടെ നാട്ടികയിൽ. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഷീലയും
ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ കാലങ്ങൾക്ക് ശേഷം ഷീലയെ കണ്ടതാണ്. അതായത് ഞങ്ങളുടെ കറുത്തമ്മയെ. ഈ അടുത്ത സമയത്ത് കേരള ഗവൺമെൻറ് 500 രൂപ വെച്ച് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നു മാസം. അത് ഒരു 10 മാസത്തോളമായി അത് 1000 രൂപയാക്കി. ഈ 1000 രൂപ ഞങ്ങൾക്ക് വാങ്ങണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ മാത്രമേ അത് വാങ്ങിക്കാൻ പറ്റൂ. അതിന് ചേച്ചിയുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് കിട്ടിയോ? ഇല്ല. 500 രൂപ അടച്ച് അക്കൗണ്ട് തുടങ്ങാൻ അവരുടെ കയ്യിൽ പൈസ ഇല്ലാതെ വന്നു. അങ്ങനെ ബാങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് ആ പൈസ എങ്ങനെയെങ്കിലും ബാങ്കിൽ അയച്ചു തരണമെന്ന് പറഞ്ഞു. കിട്ടിയോ അത്? ഇല്ല. അതൊക്കെ വലിയ കഷ്ടമല്ലേ? ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ മലയാള സിനിമ ഉണ്ടാക്കിയത്. 42 വർഷത്തോളമായി ഞങ്ങൾ മലയാള സിനിമയിൽ വന്നിട്ട്. ഇപ്പോൾ ഒരു 4-5 വർഷം കൊണ്ട് സിനിമയിൽ ഞങ്ങളെ കാണാറില്ല. പഴയ കാലത്താണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വേഷമെങ്കിലും തന്ന് ഞങ്ങളെ സഹായിക്കുമായിരുന്നു. ഇപ്പോഴതുമില്ല. കണ്ണുപൊട്ടിയാണെങ്കിലും കാത് കേൾക്കാത്തവളാണെങ്കിലും എന്തെങ്കിലും ഉള്ള ഒരു വേഷങ്ങൾ കാണുമല്ലോ, എന്തെങ്കിലും ഒന്ന് ഇഴുകി അതിനകത്ത് ചേർത്ത് എന്തെങ്കിലും ഞങ്ങൾക്ക് കൂടെ സഹായിച്ചൂടെ? ഈ അമ്മ എന്ന സംഘടന ഞങ്ങൾക്ക് വളരെ സഹായം ചെയ്യുന്നുണ്ട്. മാസം 2000 രൂപ വീതം ഒരവശ കലാകാരിക്കോ കലാകാരനോ കൊടുക്കുന്നുണ്ട്. അത് കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം. 1000 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ്റും തരുന്നുണ്ട്. അത് ആ 3000 രൂപയാണ് ഇന്നത്തെ ഞങ്ങളുടെ ജീവിതം. മരുന്ന് വാങ്ങാൻ പോലും എനിക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, എല്ലാ അസുഖങ്ങളും ഉള്ളൊരു സ്ത്രീയാണ് ഞാൻ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കുടുംബത്തിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ഈ 3000 റുപ്പീസ് കൊണ്ടാണ്. ചേച്ചിക്കും അതുപോലെ തന്നെ. ചേച്ചിക്ക് മരുന്ന് ധാരാളം വേണം, അവരുടെ അസുഖം അതുപോലാണ്. അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോഴത്തെ ജീവിതം. ഞങ്ങൾ 2 പേരും പിടിച്ചു നിന്നു ഇത്രയും കാലമൊക്കെ. എനിക്ക് അങ്ങനെ നടന്ന് കരയാനും പറയാനും ചോദിക്കാനും ഒന്നും ആളില്ല. എനിക്ക് ഞാനേ ഉള്ളൂ. 10 രൂപ കൊടുത്ത് മരുന്ന് വാങ്ങിക്കാൻ തന്നെ ഈ നിവൃത്തിയില്ലാത്ത ഞാൻ 110 രൂപ കൊടുത്ത് ഡെയിലി മരുന്ന് വാങ്ങിച്ച് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇത്രയും കാലമൊക്കെ കഴിച്ചു. ഇനിയും കഴിക്കുന്നില്ല എന്ന് നമ്മുടെ ഈശ്വരൻ തന്നെ പറയുക. എല്ലാം ഈശ്വരൻ തരുമ്പോൾ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഈശ്വരൻ തരട്ടെ. എല്ലാം ഈശ്വരനാണല്ലോ നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നതുമെല്ലാം. അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകാം. ചാൻസ് കിട്ടിയാലേ അഭിനയിക്കുമോന്ന്. ആരാ? ഞാനോ? നിശ്ചയമായിട്ടും. പിന്നെ തൊഴിലെന്തുവാ? നമ്മുടെ തൊഴിലെന്തുവാ? കാറ്റ് പോകുന്നിടം വരെ അഭിനയിക്കും. അഭിനയ ജീവിതത്തിൽ നിന്നൊരിക്കലും വിടവാങ്ങാൻ തനിക്കാവില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഭവാനി. രോഗങ്ങളും നിരാശയും തളർത്തിയെങ്കിലും സിനിമയെ വെറുക്കാൻ ഈ അടൂർ സഹോദരിമാർക്കാകുന്നില്ല. മലയാള സിനിമയെ ഇന്നത്തെ സ്ഥിതിയിലെത്തിക്കാൻ തങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് ഇവർ അഭിമാനിക്കുന്നു. ഒപ്പം ഇപ്പോൾ അനുഭവിക്കുന്ന അവഗണനയിൽ കടുത്ത നൊമ്പരവും.